നാഴികയ്ക്ക് 40 കള്ളക്കേസുകൾ രജിസ്റ്റർ ചെയ്യപ്പെടുന്ന സംസ്ഥാനമായി കേരളം മാറുന്നുണ്ടോ എന്ന് ചിന്തിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. ധാരാളം കേസുകൾ വന്നു പോകുന്നു. ഇതിൽ നിരപരാധികൾക്ക് എതിരെടുത്ത കേസുകൾ എത്ര എന്നൊക്കെ അന്വേഷിക്കാൻ തുടങ്ങിയാൽ ഒരു അന്തവും കുന്തവും കാണില്ല. കഴിഞ്ഞ ദിവസം കാസർഗോഡ് വിദ്യാനഗറിൽ ഒരു 24-കാരി ജീവനൊടുക്കി. പേര് ജസീല എന്നാണ്. ആ സംഭവത്തെക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞത് വളരെ ദാരുണമായ, വളരെ നിരപരാധിയായ ഒരു യുവതി വളരെ ദാരുണമായ ഒരു കള്ളക്കേസിൽ പെട്ടുപോയി എന്നതാണ് ഇതിന്റെ പിന്നിലെ കഥ. ജസീലയുടെ അയൽക്കാരി ജസീലയുടെ സുഹൃത്താണ്. സുഹൃത്തിന്റെ ഉമ്മയ്ക്ക് കുറെ അധികം സ്വർണമുണ്ട്. ഈ സ്വർണം ഇടയ്ക്ക് വെച്ച് കാണാതെ പോയ ഉടനെ ആ വീട്ടുകാർ പോലീസിൽ പരാതിപ്പെട്ടു. ജസീലയാണ് ഈ സ്വർണം എടുത്തത്. അല്ലറ ചില്ലറ വിലയൊന്നുമല്ലല്ലോ സ്വർണത്തിന്. ഏകദേശം 9.5 പവൻ സ്വർണമാണ് നഷ്ടമായത്. അതുകൊണ്ട് തന്നെ പോലീസ് ഉണർന്ന് പ്രവർത്തിച്ചു. ലക്ഷക്കണക്കിന് രൂപയുടെ നഷ്ടമാണ് ഉണ്ടായിരിക്കുക. ഏകദേശം 10 ലക്ഷത്തിലധികം രൂപയുടെ നഷ്ടം. അപ്പൊ പോലീസ് സംശയത്തിന് ഇരയായിട്ടുള്ള ജസീലയെ വിളിച്ച് ചോദ്യം ചെയ്തു. എന്നിട്ട് ജസീല പറഞ്ഞു, എനിക്ക് അറിയില്ല, ഇതിനെക്കുറിച്ച് എനിക്ക് യാതൊരു വിവരവുമില്ല, ഇത് കള്ളക്കേസാണ് എന്ന് പറഞ്ഞിട്ടും ആ 24-കാരി എന്ന് പറയുമ്പോൾ അവർക്ക് 2 മക്കളുണ്ട്. അവരുടെ ഭർത്താവ് വിദേശത്താണ്. 2 പറക്കം പറ്റാത്ത മക്കളുടെ ഉമ്മയായ ഈ കൊച്ചു പെൺകുട്ടി എന്നേ പറയാൻ കഴിയുള്ളൂ. 24 വയസ്സെന്ന് എന്ന് പറഞ്ഞാൽ അധികം വലിയ പ്രായമൊന്നുമല്ല. ഈ 24 വയസ്സുകാരെ പോലീസ് ചോദ്യം ചെയ്തു. അപ്പോ കുറ്റം ഇങ്ങനൊരു പരാതി തന്നെ അവർ നിഷേധിച്ചിട്ട് അവരെ പോലീസ് വിട്ടയച്ചു. അങ്ങനെ വീട്ടിൽ വന്നപ്പോ അടുത്ത പ്രതിസന്ധിയുമായി എത്തുന്നു. ഈ അയൽ വീട്ടുകാരി എന്ത് ചെയ്തു? ഇവരുടെ ഭർത്തൃ വീട്ടുകാരെ സമീപിച്ചിട്ട് ഭർത്തൃ വീട്ടുകാരും അയൽ വീട്ടുകാരും കൂടി ഈ യുവതിയെ വന്ന് ടോർച്ചർ ചെയ്യാൻ തുടങ്ങി, മെന്റലി ടോർച്ചർ ചെയ്യാൻ തുടങ്ങി. അപ്പൊ അവർക്ക് നിക്കപ്പുറത്തിയില്ല. അങ്ങനെ ഒന്ന് അറിയുകയില്ല, അങ്ങനെ ഒന്ന് ചെയ്തിട്ടില്ല എന്ന് പലകുറി പറഞ്ഞിട്ടും തന്നെ വിശ്വസിക്കേണ്ട തന്റെ ഭർത്തൃ വീട്ടുകാർ നേരെ അപ്പുറത്തെ വീട്ടുകാർ, അയൽപക്കക്കാർക്കൊപ്പം ചേർന്ന് നിന്ന് ഈ യുവതിയെ അപമാനിക്കുകയാണ്, ടോർച്ചർ ചെയ്യുകയാണ്. അത് എടുത്തെങ്കിൽ അങ്ങ് കൊടുത്തേക്ക് എന്ന തരത്തിൽ പറയുകയാണ്. ആരായാലും കുറ്റം ചെയ്യാതെ വരുമ്പോൾ ഒരു പ്രയാസം ഉണ്ടാകും. കുറ്റം ചെയ്തവർ പോലും വളരെ സന്തോഷത്തോടെ ജീവിക്കുന്ന സ്ഥലത്ത് കുറ്റം ചെയ്യാത്തവർക്ക് അത് വലിയ മാനസിക സമ്മർദ്ദമാകും. നമുക്കറിയാം, തിരുവനന്തപുരത്ത് പേരൂർക്കട പോലീസ് ചെയ്ത ഒരു ക്രൂരത. എടുക്കാത്ത സ്വർണത്തിന് ഒരു ദളിത് യുവതിയെ, വീട്ടമ്മയെ ഇതുപോലെ മെന്റലി ടോർച്ചർ ചെയ്തു. അവസാനം ആ പോലീസുകാരെ അഴിയെണ്ണേണ്ട അവസ്ഥ വരെ എത്തി. ഈ ജസീലയ്ക്ക് അത്രമാത്രം പ്രതിഷേധിക്കാനുള്ള പിന്തുണ. അന്നൊരു CPM-ന്റെ അഭിഭാഷകൻ ആ യുവതിയെ പിന്തുണയ്ക്കുകയും കേസുമായി മുന്നോട്ട് പോകാൻ പ്രേരിപ്പിക്കുകയും സഹായിക്കുകയും ചെയ്തുകൊണ്ടാണ് ആ യുവതിക്ക് നീതി ലഭിച്ചത്. ഇവിടെ ഇങ്ങനെ ഒരു സഹായം ഈ യുവതിക്ക് ആരും നൽകിയില്ല, യുവതിക്ക് ലഭിച്ചില്ല. അതുകൊണ്ട് തന്നെ ഇവരെന്ത് ചെയ്തു? ഫെബ്രുവരി 15-ന്, കുറച്ച് ദിവസം മുമ്പ്, ഒരാഴ്ച മുമ്പ്, അവര് വിഷം കഴിച്ച് ആത്മഹത്യക്ക് ശ്രമിച്ചു. വിഷം കഴിച്ചു. യുവതി ആശുപത്രിയിലായി. ഡോക്ടർമാർ വിധി എഴുതി, ക്രിട്ടിക്കൽ സ്റ്റേജ് ആണ്. അങ്ങനെ മജിസ്ട്രേറ്റ് വന്ന് മൊഴിയെടുത്തപ്പോ അവർ പറഞ്ഞു, എന്റെ സത്യം ആരും കേൾക്കുന്നില്ല. അതാണ് വലിയ വാചകം. എന്റെ സത്യം ആരും തിരിച്ചറിയുന്നില്ല. എന്നെ ഇല്ലാത്ത കഥകൾ പറഞ്ഞ് അപമാനിക്കുകയാണ്. കേട്ട് മടുത്തു. ഇനി എനിക്ക് ജീവിച്ചിരുന്നിട്ടും കാര്യമില്ല. അവര് അതിനു മുമ്പ് തന്നെ മൊബൈൽ ഫോണിൽ ഒരു വീഡിയോ റെക്കോർഡ് ചെയ്തിരുന്നു. ആ വീഡിയോയാണ് ഇപ്പോൾ പ്രചരിക്കുന്നത്. ആ വീഡിയോയിൽ എല്ലാ കാര്യങ്ങളും അക്കമിട്ട് നിരത്തുന്നുണ്ട്. ഈ സ്ത്രീക്ക്, അതായത് അയൽക്കാരിയായ സ്ത്രീക്ക്, ഇത്രയധികം സ്വർണം ഉണ്ടെന്ന് പോലും തനിക്കറിയില്ല. അവർക്ക് സ്വർണം ഉണ്ടെന്ന് പോലും തനിക്കറിയില്ല. പിന്നെ എങ്ങനെ താൻ മോഷ്ടിക്കും എന്ന് പറഞ്ഞിട്ട് 2 മക്കളുടെ അമ്മ, ഇതൊരു ആത്മാഭിമാനത്തിന്റെ പ്രശ്നം കൂടിയാണ്. അമ്മ കള്ളിയാണെന്ന്, അല്ലെങ്കിൽ ഇങ്ങനെ കുറ്റാരോപണം നേരിടുന്ന ആളാണെന്ന ചെറിയ പ്രായത്തിൽ തന്നെ കുട്ടികളിൽ ഉണ്ടാക്കുന്ന മാനസിക സംഘർഷം അതിഭീകരമാണ്. അതുകൊണ്ടൊക്കെ കൂടിയാണ് താൻ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തതെന്നായിരുന്നു ആ യുവതിയുടെ മൊഴി മജിസ്ട്രേറ്റിന് കൊടുത്തത്. അങ്ങനെ ആ യുവതി ഇക്കഴിഞ്ഞ വെള്ളിയാഴ്ച മരിച്ചു. കേസ് കള്ളക്കേസാണ്. അവരുടെ ആരോപണം പോലീസിനെതിരെയും അയൽ വീട്ടുകാർക്കെതിരെയും അതുപോലെ തന്നെ ഭർത്തൃ വീട്ടുകാർക്കെതിരെയുമാണ്. അതിലൊന്നാമത് പോലീസുകാരെ കുറിച്ച് പറയുന്നത്, താൻ ഒരു കൗണ്ടർ പെറ്റീഷൻ കൊടുക്കാൻ ശ്രമിച്ചിട്ട് തന്നെ ഇങ്ങനെ മെന്റലി ടോർച്ചർ ചെയ്യുകയാണ് എന്ന് കാണിച്ചൊരു കൗണ്ടർ പെറ്റീഷൻ കൊടുക്കാൻ ശ്രമിച്ചിട്ട് പോലീസുകാര് അത് അനുവദിച്ചില്ല എന്നുള്ളതാണ്. അത് ആഭ്യന്തര വകുപ്പിന്റെ വലിയ വീഴ്ചയാണ്. ഈ
പോലീസ് സ്റ്റേഷനിലെ പോലീസ് ഉദ്യോഗസ്ഥരുടെ വലിയ വീഴ്ചയാണ്. എന്തുകൊണ്ട് കൗണ്ടർ പെറ്റീഷൻ എടുത്തില്ല? ആ പെറ്റീഷൻ എടുത്തിരുന്നുവെങ്കിൽ ഒരു പക്ഷേങ്കിൽ യുവതി ആ 2 മക്കളിൽ നിന്ന് അനാഥരാവുകയില്ലായിരുന്നു. അമ്മയില്ലാതെ വളരേണ്ട സാഹചര്യത്തിലേക്ക് 2 മക്കൾ പോവുകയില്ലായിരുന്നു. കാരണം പോലീസുകാർ പറഞ്ഞു, നിങ്ങൾ അതങ്ങ് സമ്മതിച്ചേക്ക്, നിങ്ങൾ എടുത്ത മുതലങ്ങ് തിരിച്ചു കൊടുത്താൽ മതിയല്ലോ. ആ തരത്തിൽ പോലീസ് ഈ യുവതിയെ വീണ്ടും ടോർച്ചർ ചെയ്തുകൊണ്ടേയിരുന്നു. അയൽ വീട്ടുകാര് അവർക്ക് സാധനം നഷ്ടപ്പെട്ടത് കൊണ്ട് യുവതിയെ ടോർച്ചർ ചെയ്തു എന്ന് പറയാം. ഭർത്തൃ വീട്ടുകാരും ഒരു ന്യായീകരണവും ഇല്ലാതെ ഈ യുവതിയെ അപമാനിച്ചുകൊണ്ടേയിരുന്നു. അങ്ങനെ ഈ 3 കൂട്ടർക്കെതിരെയാണ് വീഡിയോയിൽ പറയുന്നത്. ഏതായാലും ഈ 3 കൂട്ടരും അഴിയെണ്ണണം. കാരണം നിരപരാധിയായ ഒരു അമ്മയെ വളരെ ചെറിയ പ്രായത്തിൽ തന്നെ ജീവൻ ഒടുക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക് തള്ളിവിട്ട ക്രൂരതയ്ക്ക് ഇവരൊക്കെ നിയമം നൽകുന്ന ഏറ്റവും കനത്ത ശിക്ഷ തന്നെ ഇവർക്ക് ലഭിക്കണമെന്ന് തന്നെയാണ് ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്.